അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് എക്കാലത്തും മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സ്വർഗാവകാശികളുടെ ഏത് കാലഘട്ടത്തിന്റെയും ഒരു മെയ്യാറാണ്. ഏത് കാലഘട്ടത്തിൽ സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിനെ അവകാശിയാകാനുള്ള അളവുകോലാണ് ആ ആയത്ത്. ആ ആയത്താണ് ഞാൻ നിലപാടുകളുടെ ലാഭമാണ് സ്വർഗം എന്ന് പറയാനുള്ള കാരണം. നിലപാടുണ്ടെങ്കിൽ കർമ്മം ഉണ്ടാവും. ഇൽമിനെ പ്രചരിപ്പിക്കണം എന്നുള്ളത് ഒരു നിലപാടായി വരുമ്പോൾ ആ ആളുകൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. ഇൽമിനെ പ്രചരിപ്പിക്കൽ ഒരാളുടെ നിലപാടല്ല, അയാൾക്ക് ജീവിക്കൽ നിലപാടാണ്, അയാൾ സ്ഥാപനം ഉണ്ടാക്കാം. അപ്പൊ സ്ഥാപനങ്ങൾ, ഒരു വിജ്ഞാന കേന്ദ്രം രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാക്കും. ഒന്ന് വിജ്ഞാനത്തെ പ്രചരിപ്പിക്കൽ നിലപാടാക്കിയവരും, ഒന്ന് അതാണ് കച്ചവട മാർഗം എന്ന് വിചാരിച്ചവര്. ഇവർക്ക് രണ്ട് വിഭാഗത്തിനും കർമ്മം ഉണ്ടാവും, പക്ഷെ ഒരു വിഭാഗത്തിന് മാത്രമേ നിലപാടുണ്ടാകൂ. ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ, നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഈ രണ്ട് വിഭാഗവും കർമ്മത്തെ കൊണ്ടുവരും. നിലപാട് മാത്രം മതിയെന്ന് വെച്ചാൽ കർമ്മം വേണം. പക്ഷെ നിലപാടുള്ളവർക്ക് എന്തുണ്ടാകും? കർമ്മം ഉണ്ടാവും. നിലപാടുള്ളവർക്ക് കർമ്മം ഉണ്ടാവും, പക്ഷെ നിലപാടില്ലാതെയും കർമ്മം ഉണ്ടാവും. അവരുടെ നിലപാട് വേറൊന്നായിരിക്കും, അവർക്ക് ജീവിക്കാം എന്നതുപോലെ. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലപാടിലാണ്. എക്കാലത്തെയും മുഅ്മിനീങ്ങൾക്ക് സ്വർഗാവകാശത്തിന്റെ നിലപാടുകൾക്ക് മനസ്സിലാക്കാൻ അതിമനോഹരമായ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് അതിമനോഹരമാണ്. എന്തായത്ത്? തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ വചനം. ഏതാ? തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ വചനം. അത് സ്വർഗത്തിന്റെ ഒരു മാനദണ്ഡമാണ്, അത് മറക്കരുത്. ഇനി ഞാൻ പറയാം, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡമാണ് ആയത്ത്. സ്വർഗത്തിന് മാനദണ്ഡമാണ് ആയത്ത്. തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ വചനം. ഏതാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ വചനം. തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ വചനം. أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അതിമനോഹരം. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമാണ്. മറക്കരുത്. ഇവിടുന്ന് സ്വർഗം പഠിക്കണം. ഈ പറഞ്ഞതിനേക്കാൾ വലിയ സ്വർഗാവകാശികൾ മാനവ സമൂഹത്തിൽ ഇല്ല. ഇവരെന്നെ യഥാർത്ഥ സ്വർഗാവകാശികൾ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇത് ഒരു വിഭാഗം അസ്ഹാബിനെ പറ്റി പറഞ്ഞ ആയത്താണ്. പക്ഷേ ഈ അസ്ഹാബിൽ പറഞ്ഞ നിലപാടിൽ അംബിയാവും ഉൾപ്പെടും. എന്തുകൊണ്ട്? അംബിയ എല്ലാം ഈ നിലപാടുകാരാണ്. ഒരു നിലപാടാണ്. ആദം മുതൽ എല്ലാവരും ഒരു നിലപാടുകാരാണ്. ബഹുമാനപ്പെട്ട അസ്ഹാബിനെ ആദ്യകാലക്കാരെ പറ്റി പറഞ്ഞ ഒരു ആയത്താണ്. അതവരുടെ നിലപാടാണ്. ചിന്തിക്കണം എന്ന് ഒന്നിച്ചോത് എല്ലാവരും. أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم.
ഒറ്റ ദിക്ർ എന്നിട്ട് അർത്ഥം പറയാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. പ്രാഥമികമായ അർത്ഥം പറയാ, എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങളെ ഞാൻ കാണിക്കാം. പ്രാഥമികമായ അർത്ഥം പറയാം. മുൻകടന്നവർ, അൽ അവലൂന ആദ്യം മുൻകടന്നവർ, മിനൽ മുഹാജിരീന മുഹാജിറുകളിൽ നിന്നും, വൽ അൻസ്വാർ അൻസ്വാറുകളിൽ നിന്നും. മുഹാജിറിന്റെ മഅന പിന്നെ പറയാം. വല്ലദീന തബഊഹും, വല്ലദീന ഒരു വിഭാഗം ആളുകളും, ഇത്തബഊഹും ഇവർ മുഹാജിറുകളോടും അൻസാറുകളോടും പിന്തുടർന്നിട്ടുണ്ട്, ബിഇഹ്സാൻ ആ ഇഹ്സാനിൽ ഏത് കാലത്തും അന്ത്യനാൾ വരെ. റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് അല്ലാഹു തആല സംതൃപ്തരാണ്. വറളു അൻഹു വറളു അൻഹു അല്ലാഹുവിനെ കുറിച്ച് അവരും സംതൃപ്തരാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അവരെ കുറിച്ച് സംതൃപ്തരാണ്, അവർ അള്ളാഹുവിനെ കുറിച്ചും സംതൃപ്തരാണ്. ഇത് അള്ളാഹ് പറയാം, ഞാൻ അവരെ കുറിച്ച് സംതൃപ്തരാണ്. ശരി, അള്ളാഹ്ക്കാരെ കുറിച്ച് സംതൃപ്തരാണ്, അത് ശരി. രണ്ട്, ഇവർ അള്ളാഹുവിനെ കുറിച്ച് സംതൃപ്തരാണെന്ന് അത് അള്ളാഹുവിന്റെ ഗൈബിയായ അറിയിക്കലാണെങ്കിൽ അത് ശരി. പക്ഷെ അതിനപ്പുറം അതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ് അത് പറഞ്ഞത്. റളിയല്ലാഹു അവരെ കുറിച്ച് അള്ളാഹു സംതൃപ്തനാണ്, അവരെ അള്ളാഹുവിനെ കുറിച്ച് അവരും സംതൃപ്തരാണ്. ലോജിക്ക് പറഞ്ഞാലേ ലാസ്റ്റ്. അവർക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ സ്വർഗ്ഗങ്ങളെ, തജ്രി തഹ്തഹ അതിന്റെ താഴ്ഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അൽ അൻഹാറു മനോഹരമായ നദികളും സൗകര്യങ്ങളും, ഖാലിദീന ഫിഹാ അതിൽ അവർ ശാശ്വതരായി വസിക്കും, അബദൻ എന്നെന്നും. ദാലിക അതാണ് അൽ ഫൗസ് വിജയം, അൽ അളീം ഏറ്റവും വലിയ വിജയം. അപ്പൊ ഒറ്റ കൂടി ഓടിയിട്ട് പറയാം. أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഈ പറയുന്ന ഗൗരവമായ വിഷയം, ഇതിലൊരു നിലപാട്, ഇവിടെ നിലപാട് എന്താ? ഈ നിലപാട് ഏതൊരു മുഅ്മിനിന്റെയും നിലപാടാണ്. കാരണം വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഈ നന്മയിൽ ഇവരോട് പിന്തുടർന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവർ ചെയ്ത നന്മ? ഇവർ നിസ്കരിച്ചതായി ഇതിൽ പറയുന്നില്ലല്ലോ, ഇവർ നോമ്പോറ്റായ ഇതിൽ പറയുന്നില്ലല്ലോ, ഇവർ ഹജ്ജ് ചെയ്തതായി ഇതിൽ പറയുന്നില്ലല്ലോ. മനസ്സിലായില്ല? ഇവർ സദക്ക ചെയ്തു ഇതിൽ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ നീണ്ടെടുക്കാം, അത്രയേ ഉള്ളൂ. നിസ്കരിച്ചു നേതാൽ പറയുന്നില്ല, നോമ്പോറ്റൊന്നും പറയുന്നില്ല. നോമ്പ് ആ കാലത്തില്ല, ഹിജ്റയുടെ തുടക്കത്തിൽ നോമ്പില്ല, ഹിജ്റയുടെ 2ാം വർഷമാണ് നോമ്പ്. ഈ നന്മയിൽ ഇവരോട് തുടർന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നന്മ? അതിന്റെ കൂടെ ഇല്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. മുൻകടന്നവർ, അൽ അവലൂന ആദ്യം മുൻകടന്നവർ, മിനൽ മുഹാജിരീന മുഹാജിറുകളിൽ നിന്നും, വൽ അൻസാർ അൻസാർ വല്ലദീന തബഊഹും ഇവരോട് പിന്തുടർന്നവർ ബിഇഹ്സാൻ ഈ നന്മയിൽ. അതാണ് അതിന്റെ അർത്ഥം. ഇനി ഒരു പലർത്തുണ്ട്, ഇതാണ് ഒരു അർത്ഥം. അതിനിവിടെ നന്മ എന്താണ്? പിന്നെ അവിടെ നന്മ നല്ല ഫോമിലല്ലേ, മനസ്സിലാവണില്ലേ? എന്താ അവിടെ നന്മ? ഇവിടെ ഈ നന്മയെന്ന് നിന്റെ കുട്ടികള് ദീനിനെ ഊരിയെടുക്കണം. എന്താ നന്മ? ഇവിടെ നന്മ ഹജ്റാണ്, അതാണ് നന്മ. ഹജ്ർ അതാണ് നന്മ. ഹജ്ർ എന്ന വാക്കിൽ നിന്നാണ് മുഹാജിർ ഉണ്ടായത്. ഹജറ ഹാജറ, ഹാജറയിൽ നിന്ന് മുഹാജിർ വന്നു, ഹജ്റിൽ നിന്നാണ് മുഹാജിർ വരുന്നത്. എന്താ ഹജ്ർ? ഹജ്ർ എന്നാൽ ഉപേക്ഷിക്കലാണ്. ആർക്ക് വേണ്ടി? ലില്ലാ, അല്ലാഹുവിന് വേണ്ടി. എന്തൊരു വാക്കാണ്! ഈ ഭൗതികമായ ഏത് സൗകര്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായതാണ് ഹജ്റിന്റെ അർത്ഥം.
മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അൻസാറിലും ഹജറുണ്ട്. ഞാൻ കാണിച്ചു തരാം. മുഹാജിറിലും ഹജറുണ്ട്, അൻസാറിലും ഹജറുണ്ട്. ഹജറുള്ളത് കൊണ്ടാണ് അൻസാറിന് അൻസാർ ആകാൻ കഴിഞ്ഞത്. ഒഴിവാക്കൽ ലില്ല, അള്ളാഹുവിന് വേണ്ടി. ഇവരെക്കാൾ മേലെ ഒരു വിഭാഗം ഇനി ഉണ്ടെങ്കിൽ അംബിയാ മാത്രമാണ്. സാബിഖീങ്ങളായ മുഹാജിറുകൾ എത്രത്തോളം? വമിൻഹും അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി മുർത്തള. അംബിയാ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 വരെ ഇതിൽപ്പെട്ടതാണ്. ബാക്കിയുള്ള അശറത്തുൽ മുബശ്ശറയിലെ സിത്തും ഇതിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലോ? ചിന്തിക്കുക. പിന്നെയുള്ള ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ബദരീങ്ങളും ഇതിൽപ്പെട്ടതാണ്. 4 കഴിഞ്ഞാൽ പിന്നെ ബഖിയത്തുൽ അശറത്തുൽ മുബശ്ശറയാണ്, അവർ ഇതിൽപ്പെട്ടതാണ്. പിന്നെയുള്ളത് ബഹുമാനപ്പെട്ട ബദരീങ്ങളാണ്. എല്ലാവരും ഒന്നിരിക്കൽ മുഹാജിറാണ്, അല്ലെങ്കിൽ അൻസാറാണ്. മനസ്സിലായോ? ചിന്തിക്ക്. പിന്നെയുള്ളത് ഫാത്തിമത്തുൽ സുഹ്റയാണ്. ആ ഫാത്തിമത്തുൽ സുഹ്റ ഇതിൽപ്പെട്ടതാണ്. ഖദീജത്തുൽ കുബ്ര എന്നത് മുഹാജിറത്താണ്. മുഹാജിറത്താകാത്ത മുഹാജിറത്താണ് അവർ. ഷഹീദത്തു ശഅബ് എന്നാണ് അവരുടെ പേര്. അവർ മലഞ്ചെരുവിലെ രക്തസാക്ഷിയാണ്. എല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഖുവൈലിദിന്റെ പൊന്നുമോളാണ് സയ്യിദത്തുന ഉമ്മുന ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ഹിജ്റയുടെ വർഷങ്ങൾക്ക് മുമ്പ് അവർ വഫാത്തായി. മുത്തുനബിയുടെ 51ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. 53-ലാണ് ഹിജ്റ വരുന്നത്. അപ്പൊ ഇവിടെ ചിന്തിക്കുക, എന്താണ് ഇവിടെ അടിസ്ഥാനം? അംബിയാ കഴിഞ്ഞാൽ ഇനി അംബിയാ എല്ലാ മുഹാജിറുകളാണ്. അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായവരാണ് അംബിയാ. ഖലീലുർ റഹ്മാൻ സയ്യിദുന ഇബ്രാഹിം മുഹാജിറുമാണ്. ഒരു മുഹാജിർ, മനസ്സിലായില്ലേ? ഒരു മുഹാജിറുമാണ്, ഒരു അൻസാരിയുമാണ്. ആര്? സയ്യിദുന ഇബ്രാഹിം. മുഹാജിറാണ് സയ്യിദുന മൂസ, മുഹാജിറാണ് സയ്യിദുന ഈസ, മുഹാജിറാണ് സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാം നാട്ടിൽ പാർത്തപ്പനും അവർ മുഹാജിറാണ്. മനസ്സിലായോ? പറഞ്ഞാൽ ചിന്തിക്കണം. ഇവിടെ ഈ ഭൗതികമായ ലോകത്ത് അവർ 2 തരം മുസ്ലിങ്ങൾ ഉണ്ടാവും. ഒന്ന്, വിശ്വസിക്കും, പ്രത്യക്ഷ വിശ്വാസം നടത്തും, പക്ഷേ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകൂല. അവർ ഈ ലിസ്റ്റിലില്ല. അവരെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന ലിസ്റ്റിൽ പെടുത്താൻ കഴിയില്ല. ലോകത്തൊരു ടീമേ ഉള്ളൂ. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഞാൻ പിന്നീട് വിശദീകരിക്കും. ഈ ആയത്തിലുള്ളവരെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അത് ഏത് ലിസ്റ്റിൽ ഇതിൽ കയറി വരും? നമ്മൾ 1-ാം തട്ടിലുള്ള മുഹാജിർ അൻസാർ അല്ലെങ്കിലും നമ്മൾ ആ വഴിയിൽ ആരായി വരണം? വല്ലദീന തബഊഹും ബിഇഹ്സാൻ. എപ്പോഴാണ് സ്വർഗത്തിന് അവകാശിയാവുന്നത്? ഈ ആയത്തിൽ പെടണം. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. മനസ്സിലായില്ലേ? അതിസമൂഹനമായ വചനമാണിത്. തൗബ അധ്യായത്തിന്റെ 100-ാമത്തെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. 100-ാമത്തെ വചനം. മനസ്സിലായില്ലേ? വളരെ വളരെ ചിന്തിക്കണം. അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുക. അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുക. ഇതാണ് സത്യത്തിൽ സ്വർഗത്തിന്റെ അവകാശം. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. അത് അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്തിന് ത്യജിക്കുക? ഏതൊരു സത്യത്തിന്റെ പേരിലാണോ അള്ളാഹു നമ്മെ ക്ഷണിച്ചിട്ടുള്ളത്, ആ സത്യത്തിന് ത്യജിക്കുക. അവർ വെറുതെ വലിച്ചെറിഞ്ഞു പോയതല്ല. വെറുതെ ഒരാൾ ഒന്നും വലിച്ചെറിയാൻ പാടുമില്ല. മുഹാജിറുകൾ, ഞാൻ പറയട്ടെ, അവർക്ക് നാട് നഷ്ടപ്പെട്ടു. ആർക്ക് വേണ്ടി? ലില്ലാ. അവർക്ക് വീണ്ടും നഷ്ടപ്പെട്ടു. ലില്ലാ. അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടു. ലില്ലാ. അവർക്ക് ഭാര്യമാർ നഷ്ടപ്പെട്ടു. ലില്ലാ. അവർക്ക് സ്നേഹിതന്മാർ നഷ്ടപ്പെട്ടു. ലില്ലാ.
ചിലർക്ക് പിതാക്കന്മാർ നഷ്ടപ്പെട്ടു, ഇല്ല. ചിലർക്ക് മാതാക്കൾ നഷ്ടപ്പെട്ടു, ഇല്ല. കൂട്ടുകാർ നഷ്ടപ്പെട്ടു, ഇല്ല. അയൽവാസികൾ നഷ്ടപ്പെട്ടു, എത്രയും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന അയൽവാസികൾ നഷ്ടപ്പെട്ടു, ഇല്ല. കച്ചവടം നഷ്ടപ്പെട്ടു, ഇല്ല. വരുമാനം നഷ്ടപ്പെട്ടു, ഇല്ല. ഏറെ വരുമാനമുണ്ടായിരുന്ന ആളുകൾ പിന്നെ മദീനയിൽ വന്നിട്ട് ദരിദ്രന്മാരെ പോലെ ജീവിക്കുക, അല്ല. ദരിദ്രന്മാർ ഭിക്ഷയാചിക്കേണ്ട സ്ഥാനത്താ ജീവിച്ചത്. ഒരു പിൽസുമില്ലാതെ മദീനയിൽ വന്ന സുഹൈബിനെ പുണ്യ റസൂൽ പറഞ്ഞത് റാബിഹ എന്നാണ്, ലാഭക്കാരൻ എന്നാണ്. സുഹൈബിന്റെ കച്ചവടം വലിയ ലാഭമാണെന്ന്, സുഹൈബ് വലിയ ലാഭക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ മദീനയിൽ വരുമ്പോൾ ഒന്നും സുഹൈബിന്റെ കയ്യിൽ ഇല്ല, ത്യജിച്ചു. ആർക്ക് വേണ്ടി? മക്കായിൽ ഒരു കാലത്തൊന്നുമില്ലായിരുന്നു, പിന്നീട് എല്ലാം ഉണ്ടാക്കി. പക്ഷെ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി നഷ്ടപ്പെടേണ്ടി വന്നു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ നഷ്ടപ്പെടുക എന്നും അല്ല അർത്ഥം. അതിനർത്ഥം വീടും കൂടും നാടും ബാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒഴിവാക്കണം, അങ്ങനെയല്ല അർത്ഥം. അങ്ങനെ അർത്ഥം വെക്കരുത്. അങ്ങനെ അർത്ഥം വെക്കുന്നവർ വിഡ്ഢികളാണ്. അതായത് വേണ്ടി വന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടാലും ഇവന് വിഷമമില്ല. ഒരാള് നല്ല കോട്ടിട്ട് കമ്പിളിയും പുതച്ച് അയാൾ പുഴക്കരയിൽ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് മറുകരയിൽ പോകാൻ തോണിയില്ല. ഞാൻ ഉപമ പറയുന്നു. നല്ല കോട്ടിട്ട് ഫാൻസ് നല്ല, മനസ്സിലായില്ലേ, അണിഞ്ഞ് നല്ല കമീസ് അണിഞ്ഞ് നല്ല സെർവാൽ നല്ല എന്താ പറയാ നല്ല തുണിയൊക്കെ എടുത്ത് നല്ല കമീസൊക്കെ ഒക്കെ അണിഞ്ഞ് നല്ല കോട്ടിട്ട് പുതപ്പ് അണിഞ്ഞ് അയാൾ നേരെ പുഴക്കരയിൽ പോയി. മറുകരയിൽ പോകാൻ തോണിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇനി നീന്തുക തന്നെ. അപ്പോൾ പ്രാഥമികമായി അയാൾ പുതപ്പ് ഒഴിവാക്കി. കാരണം പുതപ്പും കൊണ്ട് നീന്താൻ കഴിയില്ല. കുറച്ച് നീന്തി മറുകര എത്തണം, കുറച്ച് നീന്തി. കുറച്ച് നീന്തിയപ്പോൾ, കുറച്ചാണ് നീന്തിയപ്പോൾ അയാൾക്ക് കോട്ട് ഭാരമായി. ഈ കോട്ട് കൊണ്ട് മറുകര എത്താൻ കഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ എന്തൊഴിവാക്കി? കോട്ട് അയാൾ വലിയ വില കൊടുത്ത് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കോട്ട് അയാൾ പകുതി വഴിയായപ്പോഴത്തിന് ഉപേക്ഷിച്ചു. പിന്നെ നീന്തി കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ കമീസ് അയാൾക്ക് വൈതരണിയാണ്, തടസ്സമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ കമീസ് അഴിച്ചു. കാരണം എന്തുകൊണ്ട്? കമീസിന്റെ ഈ കീശിലും മറ്റൊക്കെ വെള്ളം കയറിച്ച് അയാൾക്ക് യാത്രക്ക് തടസ്സമുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് ഒഴിവാക്കി. അങ്ങനെ പോയി. പിന്നെ ബനിയൻ ഒഴിവാക്കി. ഒക്കെയാണ് എല്ലാം ഭാരായി, ഒക്കെ ഭാരായി. ഒരു അണ്ടർവെയർ അല്ലാതെ മറുകര എടുത്തുമ്പോ ഇല്ല. ചിലപ്പോ അണ്ടർവെയർ ഉണ്ടായിക്കോണമെന്നില്ല, അതും പൊട്ടിപ്പോയിട്ടുണ്ടാവും പ്രളയത്തിന്റെ ശക്തി. അപ്പോൾ അയാള് മനസ്സിലാവേണ്ട പറഞ്ഞത് ഇത് ഉപേക്ഷിക്കണം. അയാൾ എന്തിനു വേണ്ടി? മറുകരത്തിന്. മനസ്സിലായോ? ഉപമ മനസ്സിലായോ? എന്നാലോ വെറുതെ എങ്ങനെ നമ്മൾ പുതപ്പും കോട്ടും അണിഞ്ഞവരൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഇത് അറിയാന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കോട്ട ഒഴിവാക്കി, അങ്ങനെ ആവശ്യമില്ല. ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കും, അതാണ് അതിന്റെ അർത്ഥം. ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കും. ഇതെല്ലാം അയാൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആ പുതപ്പ് അയാള് ഡമാസ്കസിലെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ അതിമനോഹരമായ പുതപ്പാണ്. ചില പുതപ്പുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അയാൾ ഡമാസ്കസിലെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. ഡമാസ്കസിലെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. പക്ഷേ അത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അയാൾ ഏറെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ബട്ടൺസും ഒക്കെ വെച്ച് മനോഹരമായ കോട്ടാണത്, അത് ഉപേക്ഷിക്കണം. പിന്നെ അയാൾക്ക് എല്ലാം പോയി. ഇയാൾ കഴിഞ്ഞ ആഴ്ച തയ്ച്ചു കൊണ്ടുവന്ന കമീസ് ഉണ്ട്, അതിന് പുത്തൻ മാറിയിട്ടില്ല, അത് ഒഴിവാക്കേണ്ടി വന്നു. എല്ലാം ഇതാണ് ഹജർ.
വെറുതെ ഒഴിവാക്കാനല്ല, ആവശ്യം വന്നാൽ എന്തും ത്യജിക്കാൻ അയാൾ തയ്യാറാണ്. ഇത് തന്നെ, ഇതിനയാൾ സന്നദ്ധനാകണം. സന്നദ്ധനായ മതി. ഗോളിയെ പോലെ, ഗോളി ചാടിപ്പിടിക്കാൻ സന്നദ്ധനാണ്. എപ്പോഴും അയാൾ ചാടിക്കോളം എന്നില്ല. എപ്പോഴും ചാടിയാൽ അയാൾ ഭ്രാന്തനാണ്. വെറുതെ നെറ്റിൽ ചാടിക്കൊണ്ടേയിരിക്കുന്നതാണെങ്കിൽ അയാൾ ഗോളിയാക്കാനല്ല, അയാൾ കുതിരവട്ടത്തെ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്നാ ഗോളിയുടെ പണി എന്താ? ചാടൽ. ചാടിപ്പിടിക്കാൻ തയ്യാറാണ് അയാൾ. ചാടിപ്പിടിക്കാൻ അയാൾ തയ്യാറാണ്. ചാടേണ്ടി വന്നാൽ ചാടും. ചാടേണ്ട ദിശയിലേക്ക് തന്നെ ചാടും. പന്ത് ഇതിൽ വന്നാൽ അയാൾ ഇങ്ങോട്ട് ചാടി കാര്യമല്ല. പന്ത് താഴെ കൂടെ ഉരുണ്ടു വന്നപ്പോൾ അയാൾ മേലേക്ക് ചാടി, അപ്പോഴും കാര്യമില്ല. മനസ്സിലായോ? പന്ത് വരാതെ ചാടി, അപ്പോൾ അയാൾക്ക് ഭ്രാന്തുവാണ്. പന്ത് വരുമ്പോൾ പന്തിന്റെ ദിശയിലേക്ക് അയാൾ ചാടും. ചിലപ്പോൾ എഴയും, ചിലപ്പോൾ പന്തിമലേക്ക് വീഴും. അയാളുടെ പണി എന്താ? അയാളെ പണി പന്ത് പിടിക്കലാണ്. പന്ത് തീരെ നെറ്റിലേക്ക് വന്നില്ല, നല്ല ഉഷാറുള്ള കളിക്കാരാണ്, അപ്പോൾ പിന്നെ എന്തുണ്ടാവൂല? മറു ടീം പോക്ക. ഈ ടീമിൽ നല്ല കളിക്കാരുമാണ്, അപ്പോൾ പിന്നെ രണ്ട് ഹാഫ് ടൈമിലും ഇവിടെ നിന്നാലും അവിടെ നിന്നാലും എന്തുണ്ടാവില്ല? പറ, എന്തുണ്ടാവില്ല? പന്ത് വരില്ല, ചാടേണ്ടിയും വരില്ല. എന്നാലും ഏറ്റവും വലിയ കൂലി ഇയാൾ വാങ്ങും. എന്തുകൊണ്ട്? ഇയാൾ ചാടിയിട്ടില്ലല്ലോ എന്നാരും പറയില്ല. എന്തുകൊണ്ട്? ചാടുക എന്നുള്ളതല്ല, ചാടാൻ സന്നദ്ധനാവുക എന്നതാണ് ഗോളിയുടെ ഗോളിയാകും. മനസ്സിലായില്ലേ? ഇനി ഈ ആയത്ത് ഓതി നോക്ക്. അപ്പൊ ഏത് സുഖവും നാം ത്യജിക്കാൻ തയ്യാറാകേണ്ടി വരും. ബഗ്ദാദ് കണ്ട ഏറ്റവും വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുദരിസായിരുന്നു മുഹമ്മദ് ബിൻ മുഹമ്മദ് അബു ഹാമിദ് അൽ ഗസാലി. ഉപ്പാടെ പേര് മുഹമ്മദ്, മോന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് ബിൻ മുഹമ്മദ് അബു ഹാമിദ് ഹുജ്ജത്തുൽ ഇസ്ലാം അൽ ഗസാലി. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് അബു ഹാമിദ് അൽ ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു മുഹാജിറാണ്. പിന്നെ എല്ലാം ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കാതെ ഒരിക്കലും അള്ളാഹുവിനെ ലഭിക്കില്ല എന്ന് മനസ്സിലായി. സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പറുദീസയിൽ താൻ അകപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞു. കാരണം എല്ലാവരും സമ്മാനം കൊടുക്കും, എല്ലാവരും പൈസ കൊടുക്കും. ഭാര്യയുടെ കഴുത്ത് നിറച്ച് പണ്ടം, ആഭരണം. ഖലീഫമാരും മന്ത്രിമാരും ധനാഢ്യന്മാരും എല്ലാം സമ്മാനം കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ആളായിരുന്നു. കാരണം അത്ര വലിയ ആളല്ലേ. മദ്രസത്തുൽ നിളാമിയയിൽ 25-ാമത്തെ വയസ്സിൽ പ്രിൻസിപ്പാൾ. അങ്ങനെ ഒരാളുണ്ടാവൂ? മദ്രസത്തുൽ നിളാമിയയിൽ അത്ര കൊച്ചു പ്രായത്തിൽ ഒരാളെ പ്രിൻസിപ്പാൾ ആക്കൂല. അതേതാ മദ്രസത്തുൽ നിളാമിയ? നിങ്ങൾക്കറിയോ? അത് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലത്തെ ആളുകളും അതിനു മുമ്പുള്ളവരും കടന്നുപോയ സ്ഥലമാണ്. അവിടെ ചിന്തിക്കുക, അവിടെ കുട്ടിപ്രായത്തിൽ മുദരിസാണ്, പ്രിൻസിപ്പാളാണ് അബു ഹാമിദ് അൽ ഗസാലി. ഞാൻ ഈ സ്ഥാനം രാജിവെച്ചു പോകുന്നു എന്നറിഞ്ഞപ്പോൾ രാജാവ് ആദ്യം വിചാരിച്ചത് തമാശ പറയാണെന്നാണ്. പിന്നെ മനസ്സിലായി തമാശല്ല, കാര്യമാണ്. എല്ലാം ഒഴിവാക്കി പോയി. ബഗ്ദാദിൽ നിന്ന് പിന്നെ ഡമാസ്കസിലേക്ക് പോയി. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ചില്ലറ നാണയത്തുട്ടല്ലാതെ കയ്യിലില്ല. എന്റെ എല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് സാധുക്കൾക്ക് ദാനം ചെയ്യാൻ ഏൽപ്പിച്ചു. ഈ സമ്പത്ത് ഇലാഹിയായ മാർഗത്തിലുള്ള എന്റെ ത്യാഗത്തിന് തടസ്സമാണ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം മനസ്സിലാക്കി. മനസ്സിലായില്ലേ? എല്ലാവരും അജ്റാണ്. അതുകൊണ്ട് നാട്ടിൽ മുഹാജിറാവാ. അവരൊന്നും അഭയാർത്ഥിയല്ല, എന്നാൽ മുഹാജിറാണ്. ഹിജ്റ അവിടെയുണ്ട്. മനസ്സിലായോ? നാട്ടിൽ മുഹാജിറാണ്. സയ്യിദുനാ മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി, അതേ ജംഅ് ചെയ്ത മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹജ്റാണ്, ത്യാഗാണ്. സ്വന്തം നാട്ടിൽ പോലും സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നാട്ടുകാർ പുറത്താക്കി, നാട്ടുരാജാവ് പുറത്താക്കി.
സങ്കല്പിക്കാൻ കഴിയോ? ലോകം മുഴുവനും ഇന്ന് അംഗീകരിക്കുന്ന ആളാണ് ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. പക്ഷേ സ്വന്തം നാട്ടുകാർ വരെ പുറത്താക്കി. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കൂടാ പോകാൻ ആള് പോലും ഇല്ല. സ്വന്തം വീടിന്റെ പരിസരത്താടി കൊണ്ടുവീണു ആര്? മഹാനായ ഇമാം ശാഫിഈ. എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? ഇവരെന്താണ് ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്? സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അസത്യത്തിന് വക്താക്കൾക്കെതിരായി. അപ്പോൾ പിന്നെ അവർക്ക് ത്യജിക്കേണ്ടി വന്നു. ആർക്ക് വേണ്ടി? ലില്ലാഹ്. അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. നാടും വീണ്ടും ഉപേക്ഷിച്ചു. ആര്? ഇങ്ങോട്ട് നോക്ക്. ആര്? മുഹാജിരിങ്ങൾ, അൻസാരികളോ? നാട് ഉപേക്ഷിച്ചില്ല, വീട് ഉപേക്ഷിച്ചില്ല, എങ്കിലും ഉപേക്ഷിച്ചത് പോലെ തന്നെ. എന്തുകൊണ്ട്? അവരെ വീട്ടിൽ അവർ മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്തു, അവരെ സമ്പത്തിന് പകുതിയാക്കി കൊടുത്തു. അപ്പോൾ ഒരു നിരക്ക് ഹജ്ജ് അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കൽ ആരിലുമുണ്ട്. അൻസാറിലുണ്ട്. അവർ മുഹാജിരിങ്ങൾ തന്നെ. അവർ നാട് വിട്ടു പോയിട്ടില്ല, പലായനം ഇല്ല എന്നേ ഉള്ളൂ. ഹജ്ജുണ്ട്. സുഖ സൗകര്യങ്ങളിൽ നിന്ന് അവർ ഹിജ്റയായി ആരിലേക്കില്ല. അപ്പോൾ പിന്നെ വല്ലദീന തബഊഹും എന്ന ഇത്തബഊഹും എന്താ? അല്ലാഹുവിന് വേണ്ടിയുള്ള ഹജ്റ. രാത്രിയുടെ ഉറക്കിനെ ഒരാൾ ഹജ്ർ ചെയ്യാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? ലില്ലാഹ് ഖൗഫൻ വതമഅ. ഹജ്ജ് നിസ്കരിക്കണം. കൂട്ടുകാര് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ അയാൾ ഹജ്ർ ചെയ്യാൻ ഒരുക്കമാണ്. എന്തിന്? 1000 സ്വലാത്ത് ചെല്ലണം. അവിടെയും ഹജ്റുണ്ട്. നിന്റെ കൂടെ അല്ലേ? ഉഷാറിലിരിക്കും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്റില്ലേ? മനസ്സിലായില്ലേ? എല്ലാം മിനിങ്ങളെ ചിന്തിക്കണം. واضرب لهم مثلا رجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا. സൻആയിലുണ്ടായിരുന്ന ഒരു പിതാവിന്റെ 2 മക്കളെ കുറിച്ചാണ് അൽ-കഹ്ഫിലെ ആ ആയത്തിൽ പറയുന്നത്. ബാപ്പാക്ക് സമ്പത്തായി 8000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ബാപ്പ മരിച്ചപ്പോൾ അത് വീതം വെച്ച് ഒരാൾക്ക് 4000, ഒരാൾക്ക് 4000 കിട്ടി. ഒരാൾ ജ്യേഷ്ഠൻ 4000 കിട്ടിയപ്പോൾ അതുകൊണ്ട് കച്ചവടവും തിലിറക്കി, പണമുണ്ടാക്കി. പിന്നെയോ കച്ചവടക്കാരനായി. പിന്നെ തോട്ടം വാങ്ങി. പിന്നെ വലിയ വലിയ തോട്ടങ്ങളും സൗകര്യങ്ങളും ഒക്കെ വാങ്ങി. നാടേറെ കച്ചവടവും സൗകര്യങ്ങളും. ഒരു നന്മക്ക് 10 പൈസ കൊടുത്തില്ല. ഹജ്ർ ഉണ്ടായില്ല. മനസ്സിലായോ? 2 കഥയില്ലേ? എവിടെ? ഓതി മക്കളെ. എവിടെ? അൽ-കഹ്ഫില്. അവിടെ ഒരാൾ മുഹാജിറാണ്, ഒരാള് അള്ളാഹുവിന് വിരുദ്ധനുമാണ്. ഹജ്റില്ല. തുർക്കി എന്ത് ചെയ്യാൻ? ഈ വെടിയിൽ എന്ന് പറഞ്ഞാൽ പലതിലും. ജീവിതം മുഴുവനും ഇങ്ങനെ നന്മക്ക് വേണ്ടി വെടിയണം. അവനവന്റെ സ്വകീയ താല്പര്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും നന്മക്ക് വേണ്ടി ആരെല്ലാം ത്യജിക്കുന്നു അവരെല്ലാം മുഹാജിർ അൻസാറുകളുടെ വല്ലദീന തബഊഹും ബിഇഹ്സാനിൽ വരും. മനസ്സിലായില്ലേ? ഒരാള് ഏട്ടൻ 4000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് കച്ചവടം തുടങ്ങി. പിന്നെ തോട്ടങ്ങൾ വാങ്ങി. പിന്നെ വലിയ സമ്പത്ത് വാങ്ങി. വലിയ ആളായി. ജ്യേഷ്ഠൻ വലിയ പണക്കാരൻ. നല്ല തറവാട്ടിൽ നിന്ന് പെണ്ണിട്ട് പൈസക്കാരനാണ്. ഇപ്പൊ വലിയ തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. അങ്ങനെയാണ്. അഞ്ചൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കാൻ പൈസ ഇല്ലാതെ നടക്കുമ്പോഴാണ് ബാപ്പ മരിച്ച് സമ്പത്ത് കിട്ടിയത്. അതുകൊണ്ട് എന്തേത് 1000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് വിധവകളെ സംരക്ഷിച്ചു. 1000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് യതീമക്കളെ പോറ്റി. 1000 സ്വർണ്ണ നാണയങ്ങൾക്ക് കൊണ്ട് മിസ്കിന്മാർക്ക് വീതം വെച്ച്. ബാക്കിയുള്ളത് കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് നൽകി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകി. അങ്ങനെ അയാൾ ഹജ്ർ ചെയ്തു, എല്ലാം ഒഴിവാക്കി. മനസ്സിലായോ? 4000 സ്വർണ്ണ നാണയവും അയാൾ തീർത്തു. അതൊരു ഉദാഹരണമാണ്. അല്ലാതെ എല്ലാവരും ബാപ്പാന്റെ വീതം കിട്ടിയത് മുഴുവൻ ഒഴിവാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ ഒഴിവാക്കേണ്ടടുത്ത് ഒഴിവാക്കും വേണം. ഇത് ചിലപ്പോൾ വാങ്ങിയേക്കും. എന്തിന് ഒഴിവാക്കാൻ? എന്തിന്? അള്ളാഹ് കൊടുക്കണം, സാധുക്കൾക്ക് കൊടുക്കണം, ഇതിനെ വളർത്തിയിട്ട് കിട്ടിയതൊക്കെ കൊടുക്കണം.
മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ ഹജ്ർ ഒരു മനസ്സാണ്. ഹജ്ർ ഒരു കർമ്മല്ല, ഹജ്ർ ഒരു മനസ്സാണ്. വെടിയൽ ഒരു മനസ്സാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നോക്കൂ നിങ്ങള്, അതിൽ രണ്ടാമൻ പാപ്പറായി, ഒന്നാമൻ അതായത് മുതലാളി പിന്നെ തകരുന്ന സംഭവമുണ്ട്. സാധുവോ സാധുക്കളായ സാധുവിന്റെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടി, മക്കളുണ്ടായി, കൂലിപ്പണിക്കാരനായി അങ്ങനെ ജീവിച്ചു. എന്നിട്ട് അല്ലാഹു പ്രശംസിക്കുന്നത് ഇയാളെയാ. ആരെ? മുതലാളിയല്ല, ഈ സാധുവിനെ പ്രശംസിക്കുന്നത്. എന്തുകൊണ്ടോ അയാൾ ഹജ്ർ ചെയ്തതാ, അയാൾ വെടിഞ്ഞതാ. ആർക്ക് വേണ്ടി? നിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് പാലായനം. അതാണ് മുഹാജിരിങ്ങൾ ചെയ്തത്. എന്നാൽ ഹജ്ർ എന്നത് ഏത് കാലഘട്ടത്തിലും ഉണ്ട്. അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഞാൻ ഇതിന് ഇമാം റാസി തങ്ങൾ പറയുന്ന വ്യാഖ്യാനം എന്റെ കുട്ടികൾക്കൊന്ന് വായിച്ചു തരാം. എന്താണ് ഇമാം റാസി തങ്ങൾ പറയുന്നത്? എന്താ പറയുന്നത്? ഹിജ്റയിലേക്ക് മുന്നിടുക എന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന് പറഞ്ഞെടുത്ത് പറയാം. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കൂട്ടർ ഇവരാണ്. ആര്? മുഹാജിരിങ്ങളും അൻസാരിങ്ങളുമായ അവ്വലീങ്ങൾ. അവരെ മേലെ ഇനി ആരുമില്ല. മനസ്സിലായില്ലേ? ഇനി അതിൽ കാറ്റഗറി ഉണ്ടെന്നേ ഉള്ളൂ. സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ആ കാറ്റഗറി, തുമ്മൽ അശറത്തുൽ മുബശ്ശർ, അങ്ങനെ കാറ്റഗറി ഉണ്ട് എന്നേ ഉള്ളൂ. ഇവരെ മേലെ ഇനി ഇല്ല. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ മുഹാജിർ അൻസാറാണ്. മുഹാജിറുണ്ട്, അൻസാറിലും ഹജ്റുണ്ട്. ശ്രദ്ധിക്കുക. ഏറ്റവും വലിയൊരു ആരാധനയാണ്, ഒരു വഴിപ്പെടലാണ്. എല്ലാം വെടിഞ്ഞു പോവുക എന്നത് ഏതൊരു നഫ്സിനും ഏറെ പ്രയാസകരമാണ്. എന്തുകൊണ്ടാണ്? അൻസാരികളെക്കാൾ ഇവരെ മുന്തിച്ചതെന്താ? നാടും വീടും സമ്പത്തും ഒഴിവാക്കി മുഹാജിരീങ്ങൾ. അൻസാരികൾ നാട് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് അൻസാരിയുടെ മേലെയാണ് ആര്? മുഹാജിർ. പുണ്യനബിയെ ഒരു കാലത്ത് പിന്നീട് പുണ്യനബി പറയുന്നൊരു വാക്കുണ്ട്, ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽ ജനിക്കേണ്ടവനാണ്, ഞാൻ അൻസാരികളിൽ ആകേണ്ടവനാണ്. അപ്പോൾ അൻസാരിയേക്കാൾ സ്ഥാനം ആർക്കാണ്? മുഹാജിറാണ്. എന്തുകൊണ്ട്? മുഹാജിർ ഒന്നുകൂടി വെടിയലുണ്ട്. എന്തിനെ? അള്ളാഹ്ക്ക് വേണ്ടി എന്ത് വെടിഞ്ഞിട്ടുണ്ട്? നാടും. അൻസാരികളോ എന്ത് വെടിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് വെടിഞ്ഞിട്ടില്ല? പറ, എന്ത് വെടിഞ്ഞിട്ടില്ല? നാട് വെടിഞ്ഞിട്ടില്ല. മുഹാജിരിങ്ങളോ അത് അപ്പൊ ആരൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി വെടിയാൻ തയ്യാറാണോ അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. വെടിഞ്ഞോ വെടിഞ്ഞില്ല എന്നല്ല, അവസരമില്ലെങ്കിൽ വെടിയണ്ട. അവസരം ഉണ്ടാകാൻ വേണ്ടി ഓടി നടക്കും വേണ്ട. വെടിയേണ്ടി വന്നാൽ വെടിയേണ്ടി വരും. വലിയ സ്ഥാനത്തിന്റെ മേലെ നിൽക്കുകയാണ്, വലിയ ലാഭത്തിന്റെ. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റി ഞാൻ ഈ മജ്‌ലിസിൽ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തെന്നോ മദീനയിൽ ക്ഷാമം വന്നപ്പോൾ 1000 ഒട്ടകപ്പുറത്ത് വന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് കച്ചവടം ചെയ്ത് എത്ര ലാഭം ഉണ്ടാവും? പക്ഷേ ക്ഷാമകാലത്ത് നേരത്തെ തന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളെ പരമാവധി സഹായിക്കലാണ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെടിയൽ. എന്നിട്ട് ആ 1000 ഒട്ടകപ്പുറത്ത് വന്ന സകല മുതലും വിലക്ക് വാങ്ങിയിട്ട് വെറുതെ കൊടുത്തു. ആര്? സയ്യിദ്ന ഉസ്മാൻ. അത് വേറൊരു വെടിയലാണ്. അത് വേറൊരു വെടിയൽ. സ്വന്തം വീട്ടിൽ മക്ക വിട്ടു. മക്കാരൻ ഉസ്മാൻ മക്കപ്പറ. പിന്നെ മദീനയിൽ വന്നു. മദീന നാടായി. മദീന പള്ളിയുടെ പരിസരത്ത് വീട്. എന്നിട്ട് ആ സ്വന്തം വീട്ടിൽ ഉപരോധിക്കപ്പെട്ടു. ആരെ? ഉസ്മാനെ. ആ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു ഉസ്മാനെ. അത് മുഹാജിറാണ്. മദീന വിട്ട് കൂഫയിലേക്ക് പോയി സയ്യിദ്ന അലിയുൽ മുർത്തള. അതൊരു ഹജ്റാണ്. പിന്നെ അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടു സയ്യിദ്ന അലിയുൽ മുർത്തള. അത് വേറൊരു ഹജ്റാണ്. അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ചു സയ്യിദ്ന ബിലാൽ. എന്നിട്ട് മദീന വിട്ട് നാട് വിട്ടു പോയി ബിലാൽ. അത് മറ്റൊരു ഹജ്റാണ്. മനസ്സിലായോ പറഞ്ഞത്?
പഴയ കാലത്ത് കറാച്ചിയിൽ പോയി പണമുണ്ടാക്കി വന്നു ബാപ്പു ഹാജി, വലിയ പൈസക്കാരനായി വന്നു. കറാച്ചി ബാപ്പു ഹാജി എന്നായിരുന്നു പേര്, വലിയ പൈസക്കാരനായി വന്നു. എന്നിട്ടോ മലയാളക്കരയിൽ ആലിമീങ്ങൾക്കൊരു സമുന്നത കലാലയം ഇല്ലാത്ത കാലമായിരുന്നു അത്. ആ സമുന്നത കലാലയത്തിന് വേണ്ടി താൻ അധ്വാനിച്ച മുഴുവൻ സമ്പത്ത് ദാനം ചെയ്തു ബാപ്പാജി. അത് വേറൊരു ഹജറാണ്, അതിലൊരു ഹിജറുണ്ട്, അതിലൊരു ഹജറുണ്ട്. എന്നിട്ട് ആ കുട്ടികൾ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു മരിച്ചു. തന്റെ സമ്പത്തും തന്റെ ഭാര്യ എല്ലാം കൊടുത്തു. ആർക്ക്? ആ രണ്ട് ഉപ്പാടെയും ഉമ്മാടെയും കേരളത്തിലെ ആലിമീങ്ങളുടെ പിതാവും മാതാവുമാണ് അവർ. അവർ രണ്ടാളുടെയും ഖബറുണ്ട് ജാമിഅയുടെ പള്ളിയുടെ സൈഡിൽ, മുന്നിലൊരു സൈഡ്, നേരെ മുൻഭാഗത്ത്. കണ്ടിട്ടില്ലേ? മനസ്സിലായോ പറഞ്ഞത്? അതൊരു ഹജറാണ്. ഇവിടെയുണ്ട് ഒരു ഹജർ, ഇവിടെയും ഒരു ഹജറുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇവിടെയുണ്ട് ഒരു ഹജർ. അതാണ് പറഞ്ഞത്. ഹിജ്റ വെടിയുക എന്ന് പറഞ്ഞാൽ കേവലം പാലായനം മാത്രമല്ല, പാലായനം എന്നത് മാത്രമല്ല, വെടിയൽ യഥാർത്ഥ മുത്തസദ്ദിഖ് തന്റെ സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടി വെടിയാണ്. സുഖങ്ങളും സൗകര്യങ്ങളും വെടിയാണ്. തങ്ങൾ ഒരു ഹിജ്റയാണ്, ഒരു ഹജ്റുണ്ട് അവരിലും, ഒരു വെടിയൽ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന ലിസ്റ്റിൽ ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. എല്ലാം മനസ്സിലാവുണ്ട് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇത് അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധമായ അവസ്ഥ അവർക്കാണ്. ഇതാണ് നിലപാട്. ഒന്നും എന്റേതല്ല, എല്ലാം എന്റെ റബ്ബിന്റേതാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ കയ്യിൽ 10 പേന തന്നു, പിന്നെ ഒരു പേന എടുക്കുന്നപ്പോ ഞാൻ 1 വാങ്ങി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ 10 പേന തന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പേന ഉണ്ടായിരുന്നു? 10. പിന്നെ 1 വാങ്ങി. അപ്പൊ എത്ര നിങ്ങളെ കയ്യിൽ? 9. അപ്പൊ നിങ്ങൾക്ക് വിഷമൊന്നുമില്ല. പിന്നെ 1 കൂടി വാങ്ങി. അപ്പൊ എത്ര നിങ്ങളുടെ കയ്യിൽ? 8. പിന്നെ വേറെ ഒരു ആവശ്യം വന്നപ്പോ 2 പേന എടുക്കുന്നോ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്രയായി? 6. നിങ്ങൾക്ക് വിഷമൊന്നുമില്ല. പിന്നെ ഒരു 4 വാങ്ങി വേറൊരു ആവശ്യത്തിന്. ഇനി നിങ്ങളെ ബാക്കി കയ്യിൽ എത്ര? 2. പിന്നെ വാങ്ങി. നിങ്ങളെ കയ്യിൽ എത്ര ബാക്കിയുള്ളത്? 1. ചിലപ്പോ 1 മെഴുകി നിൽക്കും, ചിലപ്പോ 1 ഞാൻ വാങ്ങിയേക്കാം. വിഷമൊന്നുമില്ല. എന്തുകൊണ്ട്? വാങ്ങിയതാരാ? 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 തന്നെ കൊടുത്തതാർക്കാ? ആരാണോ തന്നത് അയാൾക്ക് വേണ്ടിയാ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സോടുകൂടെ തരാൻ കഴിഞ്ഞു? എന്താ നിങ്ങളെ മനസ്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തരാൻ കഴിഞ്ഞത്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഇതൊന്നും അങ്ങ് പറമൂനെ തങ്ങൾ പറയും, ഇതൊന്നും എന്റേതല്ല എന്നൊരു നിലപാടാണ് നിങ്ങൾക്ക്. ഇത് നിന്റെ അല്ല, ഇതെന്റെ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ, എന്റെ ആവശ്യത്തിന് അത്യാവശ്യം എടുക്കുക. ഇതൊന്നും എന്റേതല്ല, ഇതൊന്നും എന്റേതല്ല. അങ്ങനെ ആർക്ക് നിലപാടുണ്ടോ? ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നുകൂടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സ്വർഗ്ഗം നിലപാടുകളുടെ ലാഭാണ്. നിലപാട് ക്ലിയർ ആയിരിക്കണം. ഈ നിലപാടിൽ എത്തിച്ചേരണം. നിലപാട് ശരിയാക്കണം, ചിന്തിക്കണം. ഇന്നൽ ഹിജ്റ, ഹിജ്റ എന്നത് വെടിഞ്ഞു പോവുക എന്നാൽ എല്ലാവർക്കും ഏറെ പ്രയാസമാണ്. ഏതൊരു മനുഷ്യ പ്രകൃതിക്കും എതിരാണ്. മനസ്സിലായില്ല? എല്ലാം വെടിഞ്ഞു പോവുക എന്നത് മനുഷ്യ പ്രകൃതിക്ക് എതിരാണ്. വെടിയാണ്. കൂട്ടാണ് മനുഷ്യ പ്രകൃതിയുടെ യോജിച്ചതാണ്. കിട്ടി. പിന്നെ അതിന്റെ മേലെ ജമാഅമാലൻ അല്ലേ അല്ലേ അല്ലേ? അതാ മനുഷ്യ പ്രകൃതി. ശുദ്ധീകരിക്കപ്പെടാത്ത മനുഷ്യന്റെ പ്രകൃതിയാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലൻ
മാറ്റട മുതൽ വലിച്ചൂട്ട, പിന്നെ എണ്ണി മേലെ വെക്കുക, പിന്നെ അതിന്റെ മേലെ വെക്കുക, അതിന്റെ മേലെ വെക്കുക, അതിന്റെ മേലെ വെക്കുക. അതുകൊണ്ട് ഒഴിവാക്കുക. അള്ളാഹ്ക്ക് വേണ്ടി നന്നാൽ അത് മുഖാലിഫുൽ ത്വബഈ, അത് സ്വന്തം പ്രകൃതിക്ക് പോലും എതിരാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവരെ മുണ്ടിച്ചത്. അത് തന്നെയാണ് അൻസാരികളിലും ഉള്ളത്. അതുകൊണ്ടാണ് അവർ ആരെക്കാളും മുന്നിലായത്. ഇമാം റാസി തങ്ങൾ പറയുന്നു എന്ന് അള്ളാഹ്ക്ക് വേണ്ടി ത്യജിക്കാൻ ആര് മുന്നോട്ട് വന്നോ മറ്റുള്ളവർക്ക് ഇയാൾ മാതൃകാ പുരുഷനായി. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി വെടിയാൻ തയ്യാറായ അന്ത്യനാൾ വരെയുള്ള സകല ജനങ്ങൾക്കും മാതൃകാ പുരുഷനാണ് ആര്? അൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മനസ്സിലായില്ലേ? നിലപാട് നിലപാട് എന്തൊഴിവാക്കും? ആർക്ക് വേണ്ടി? ലില്ലാഹ്. ആർക്ക് വേണ്ടി? ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി. വളരെ ചിന്തിക്കണം.